ഹായ് ഒരു വൺ. സോ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്താൽ എന്താണ് ഉപകാരം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുക, ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ദിവ്യയാണ്. സോ ദിവ്യ ഇവിടെ സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. സോ നമുക്ക് പല കാര്യങ്ങളും അവരുടെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. സോ എന്തൊക്കെയാണ് ഇവിടെ കിട്ടാൻ, അഡ്മിഷൻ കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ്, എത്രത്തോളം ഫണ്ടൊക്കെ നമുക്ക് റൈസ് ചെയ്യേണ്ടി വരും, പിന്നെ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ഇവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പോകുന്നത്, പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ദിവ്യനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ. സോ നമ്മുടെ കൂടെയുള്ള ദിവ്യയാണ്. നമുക്ക് ദിവ്യനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. സോ നിനക്ക് ഈ ഇൻട്രൊഡക്ഷൻ കൂടുതൽ സ്റ്റാർട്ട് ചെയ്യാം, നിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പേരെന്താണ് എന്നുള്ളത് പറഞ്ഞിട്ട്. ഹായ്, എൻ്റെ പേര് ദിവ്യ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ആയിരുന്നു ബാച്ചിലേഴ്സ് ആയിട്ട് ചെയ്തത്. അത് കഴിഞ്ഞ പാടെ 2022 ഞാൻ പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മൊണാഷിൽ അപ്ലൈ ചെയ്യും. എനിക്ക് അങ്ങനെ എൻ്റെ CO ഒക്കെ കിട്ടി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇപ്പം ഞാൻ 1 വർഷമായി. ഓക്കെ. സോ സോഷ്യൽ വർക്കിലല്ല മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഇവിടേക്ക് വരാനും വേണ്ടിയിട്ട് എത്രത്തോളം ഫണ്ടിനൊക്കെ എത്ര ചിലവ് വരും എന്നുള്ള കാര്യങ്ങൾ? ഫണ്ട് ഹൈലി ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി യു ചൂസ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ചാണ് നമ്മുടെ എത്ര രൂപ മുടക്കണം. ഇനീഷ്യൽ തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള ചിലവെല്ലാം ആ യൂണിവേഴ്സിറ്റി അനുസരിച്ചാണ്. ഞാൻ എടുത്തത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു യൂണിയാണ്. മൊണാഷിൽ കമ്പയർഡ് ടു അതർ യൂണിവേഴ്സിറ്റീസ് ഭയങ്കര ഫീസാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു ഫീസായിട്ട് 12 ലക്ഷം രൂപ അടയ്ക്കണമായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് പ്ലസ് എൻ്റെ ടിക്കറ്റ് ചാർജ്. അതായിരുന്നു എൻ്റെ ഇനീഷ്യൽ ചാർജ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓരോ സെമിസ്റ്ററിലുള്ള ഓരോ പേപ്പറിനും ഓരോ റേറ്റാണ്. ആ റേറ്റ് നമ്മൾ അപ്പ് ഫ്രണ്ട് അടച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കോഴ്സ് തീരാൻ ഏറെക്കുറെ 48 ലക്ഷം രൂപയാവും. ഓക്കെ. സോ 48 ലാഖും പിന്നെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ്, പിന്നെ പോരാതെ നമ്മുടെ ഫ്ലൈറ്റ് ചാർജ്. സോ ഇത്രയും എക്സ്പെൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് മന്തിലൊക്കെ ഏകദേശം എത്ര വരും? എനിക്കൊരു $1,000 ആണ്. 1,200. 1,200 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 60,000 70,000 ആ ഒരു റേഞ്ച് വരും. ഓക്കെ. സോ ഇവിടെ എന്തുകൊണ്ടാണ് മൊണാഷ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ കാരണം? മൊണാഷ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 2022 ജൂണിലായിരുന്നു എൻ്റെ കോഴ്സ് കഴിഞ്ഞത്, ബാച്ചിലേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് മൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഗ്യാപ്പില്ലാതെ പെട്ടെന്ന് മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി ചെയ്തത്. അപ്പം മൊണാഷ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് 8 ഒരു യൂണിവേഴ്സിറ്റിയാണ്. പെട്ടെന്ന് വിസ ഓട്ടോ ഗ്രാൻഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഏറ്റവും റാങ്കിങ് നോക്കിയിട്ട് എടുത്തതാണ് മൊണാഷ് യൂണിവേഴ്സിറ്റി. ഓക്കെ. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലിവിങ് എക്സ്പെൻസ് പറഞ്ഞു, ഇവിടെ എന്തുകൊണ്ടാണ് മൊണാഷ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു മാസ്റ്റേഴ്സ് നമ്മൾ ഓസ്ട്രേലിയയാണ് സോഷ്യൽ വർക്കിൽ കഴിയും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എന്നുള്ളത് എന്തെങ്കിലും പറയാൻ പറ്റും? സോഷ്യൽ വർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടും ഡിമാൻഡുള്ളൊരു കോഴ്സാണ്. അപ്പം എനിക്ക് കോഴ്സ് കഴിയുന്ന സമയത്ത് തന്നെ എൻ്റെ സർട്ടിഫിക്കേഷൻ വെച്ച് അപ്പോൾ ഉള്ള എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം സ്കൂളിലാണെങ്കിലും ജയിലിലാണെങ്കിലും അങ്ങനെ ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും. പിന്നെ എൻ്റെ സ്റ്റേ ബാക്ക് ടൈമിൽ അവിടെ ജോലി ചെയ്യുന്നു. ആ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് PR അപ്ലൈ ചെയ്യും. അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ PR കിട്ടാനുള്ള ചാൻസ് കൂടുതലാണോ? അഫ്കോഴ്സ് നമുക്ക് PR ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള ജോലികൾക്കാണ് അവർ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ ആ ലിസ്റ്റിലുള്ള ഒരു കോഴ്സാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതൊക്കെയാണ്. അപ്പം നമുക്ക് ഇത്രത്തോളം ഏകദേശം ഒരു മിനിമം ഒരു 50 ലാഖെങ്കിലും എക്സ്പെൻസ് വരും. പിന്നെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് അത് നമുക്ക് ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് കൺട്രോൾ ചെയ്യാൻ എങ്ങനെ പാർട്ട് ടൈം ആയിട്ട് നടക്കുന്നുണ്ടോ? എന്താണ് പാർട്ട് ടൈം ആയിട്ട് നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഇനീഷ്യലിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ എൻ്റെ പേരൻസ് ആയിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഫീസും ഞാനിവിടെ വന്ന് ജോലി കിട്ടിയെങ്കിലും എനിക്കെല്ലാം ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഫീസും അവരായിരുന്നു ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ള ഫീസ് എല്ലാം തന്നെ ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് സേവ് അപ്പ് ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ ഭയങ്കരമായിട്ടും സേവ് അപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലാണ് അതങ്ങനെ ഓടുന്നത്. അവിടെ നിന്നൊക്കെ ഇടയ്ക്ക് കടം മേടിക്കേണ്ടി വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ സംഹൗ ഞാനത് മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്തായാലും നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ലിവിങ് എക്സ്പെൻസിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സുഖകരമായിട്ട് നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ ഫീസ് അടയ്ക്കേണ്ടായിരുന്നു, എനിക്കിവിടെ ലക്ഷറീസ് ആയിട്ട് താമസിക്കായിരുന്നു. ആ രീതിക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം മാസ്റ്റേഴ്സ് ഇവിടേക്ക് ആരെങ്കിലും സോഷ്യൽ വർക്കിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ശരിക്കും ഹാൻഡിൽ ചെയ്യാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് എടുക്കാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് സംസാരിക്കാനും ഹെൽപ്പ് ചെയ്യാനും ശരിക്കും നിങ്ങൾക്കൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ വെറുതെ ഒരു PR പാത്വേ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ സ്ട്രഗിൾ ആയിരിക്കും. കാരണം ഡെയിലി നമ്മൾ ആൾക്കാരോട് സംസാരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ജോലിയാണിത്. സോ അപ്പോൾ അത്
മനസ്സിലാക്കിയിട്ട് എടുക്കുക. ഓക്കെ. അല്ല ഓക്കെ, അത് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞത്. സോ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ വർക്ക് ലോഡ് എങ്ങനെ വരുന്നത്, അസൈൻമെന്റ്സ് കാര്യങ്ങളും? ഓക്കെ, മൊണാഷ് യൂണിവേഴ്സിറ്റി ഫീസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, റാങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് ലോഡും ഉണ്ട്. ഇവിടെയുള്ള സോഷ്യൽ വർക്ക് ഓഫർ ചെയ്യുന്ന ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ വർക്ക് ഭയങ്കര ചില്ലായിട്ടുള്ളൊരു കോഴ്സാണ്. പക്ഷെ മൊണാഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും സമ്മർ ബ്രേക്ക് പോലും ഇല്ല. എല്ലാവരും വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് അവധിയില്ല. പിന്നെ അസൈൻമെൻറ്റ്സ് അത്രയില്ല, എന്നിരുന്നാലും ഉള്ള അസൈൻമെൻറ്റ്സ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവരെടുക്കുന്നത്. നമുക്ക് ഓൾറെഡി ഓസ്കീസ് ഉണ്ട്. ഓസ്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ അഭിനയിക്കും ഒരു പ്രശ്നമുള്ള ആളായിട്ട്. അപ്പം നമ്മളൊരു സോഷ്യൽ വർക്കർ, ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ആയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ എക്സാമിനറിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ എന്താ പറയുക, കുറച്ച് ടാസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് മൊണാഷ് ഭയങ്കര അത്യാവശ്യം ഹെക്റ്റിക് ആയിട്ടുള്ളൊരു യൂണിയാണ്. എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ വരാറുണ്ട് ഇടയ്ക്കൊക്കെ കുറച്ച്. അപ്പം യൂണിറ്റ് കോർഡിനേഴ്സ് ഫാക്കൽറ്റി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മൊണാഷിൻ്റെ ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയുവാണ് എനിക്ക് ഇന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് കോർഡിനേറ്റർ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ HOD പോലുള്ള ആൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് നമുക്ക് നമ്പർ തന്ന് നമ്മളെ വിളിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ സർവൈവ് ചെയ്യുന്നത്. ഓക്കെ. സോ ഓവറോൾ എങ്ങനെയുണ്ട് മൊണാഷ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻറ്റ്, സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ്, സോ ഓവറോൾ എങ്ങനെയുണ്ട് ഏകദേശം? ഓവറോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, പേരൻസിൻ്റെ അടുത്തുനിന്ന് ഒരു അധികം അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നല്ല രീതിക്ക് ഒരു കോഴ്സ് പഠിക്കണം, എനിക്കിഷ്ടമുള്ളൊരു കോഴ്സ് പഠിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കിവിടെ വന്നിട്ട് സാധിക്കാൻ പറ്റി. ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കൺട്രിയുടെ ക്ലൈമറ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെയധികം പ്ലീസിങ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. പിന്നെ ഫീസ് മാത്രമാണ് ആകെയുള്ളൊരു സങ്കടം, വേറെ കുഴപ്പമൊന്നുമില്ല. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ മാസ്റ്റേഴ്സ് സ്റ്റുഡൻറ്റ് സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.